വർക്കല നഗരസഭാ കൗൺസിലിൽ കയ്യാങ്കളി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. വർക്കല പവനാശം ബീച്ചിലെ അനധികൃത നിർമ്മാണങ്ങളോട് നഗരസഭ കണ്ണടച്ചു കൊടുക്കുകയാണെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആക്ഷേപം. CPMന്റെ ഭരണത്തിലിരിക്കുന്ന നഗരസഭയാണ് വർക്കല. കഴിഞ്ഞ ദിവസം വർക്കല പാപനാശം തീരത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടം നഗരസഭയുടെ അനാസ്ഥ മൂലമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധമുയർത്തിയത്. എന്നാൽ ഭരണപക്ഷ കൗൺസിലർമാർ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് നേരെ ആക്രോശമായി വരികയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തീരദേശ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു ബ്രിഡ്ജിന്റെ നിർമ്മാണം. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണമെന്നുമാണ് ഭരണപക്ഷം വാദിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി ഡിസ്ട്രിക്ട് ടൂറിസം ഡയറക്ടറേറ്റിന്റെ അനുമതി തേടിയിരുന്നില്ല. വേലിയേറ്റ സാധ്യത കൂടിയ തീരമാണെന്ന മുന്നറിയിപ്പ് നഗരസഭ നൽകിയില്ല. അഡ്വഞ്ചർ ടൂറിസം എന്നതിന്റെ പേരിൽ വർക്കല പാപനാശത്ത് നടക്കുന്ന അഴിമതിയിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധമുയർത്തിയത്. പലപ്പോഴും നഗരസഭ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം കൂടാതെ അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങൾ, പാപനാശം തീരത്തേക്കുള്ള അനധികൃത ഡ്രൈനേജ് നിർമ്മാണങ്ങൾ തുടങ്ങിയ നിർമ്മിതികൾക്കെല്ലാം നഗരസഭ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ജനം, തിരുവനന്തപുരം.